നീ എന്താണ് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നേ? ഞാൻ ഓടിച്ചു എന്നല്ലേ ഉള്ളൂ. ആക്സിലേറ്റർ ഇരിക്കുന്ന ഇവിടെ അല്ലേ. നോട്ടി ബോയ്. ഓക്കെ ബൈ. എന്താ ബായോ? വീടിന്റെ പടിക്കൊക്കെ ഡ്രോപ്പ് ചെയ്തല്ലേ. വന്ന സ്ഥിതിക്ക് ചായയോ കാപ്പിയോ പാലോ എന്തെങ്കിലും ഒന്ന് തന്നൂടെ? വീട്ടില് അച്ഛനും അമ്മയും ആരും ഇല്ലേ? നാട്ടിൽ പോയിരിക്കാം. ഓ, നീ ഇരിക്കും, ഞാനിപ്പോ വരാം. വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ച് വേണ്ടെന്നാ പറഞ്ഞേ. ഇല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്റെ ജിനി അങ്ങനത്തെ ക്യാരക്ടർ അല്ല. എന്റെ ജിനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിനക്കും എനിക്കും സെറ്റ് ആവില്ല. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. വൃത്തികെട്ട നാറി, എന്തിനാടാ എന്റെ വണ്ടി വന്ന് ഇരിക്കുന്നത്? എന്തിനാ ബോസ് വഴക്ക് പറയുന്നേ? ഞാൻ നിങ്ങളെ പോലെ സന്തോഷത്തിന് കുടിക്കുന്നതൊന്നുമല്ല. എനിക്ക് എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് അറിയോ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. നിക്ക്, ദേ ഇങ്ങോട്ട് വാ. ഇല്ല, വന്നാ നിങ്ങൾ എന്നെ തല്ലും. ഞാൻ തല്ലൂല്ലേ, വാടേ. നാറി, എന്താ നീ പറഞ്ഞത്? ഈ ലോകത്തിൽ എനിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്റെ അളിയനാണ് ഉള്ളത്. അതെ, അങ്ങനെ എന്ത് പ്രശ്നം? അത് ഞാൻ പറഞ്ഞാൽ ശരിയാവൂല, എന്റെ അളിയൻ തന്നെ പറയും. അളിയാ, ഇപ്പൊ നോക്കിക്കോ. അളിയ, ഡോക്ടർ ഒന്നും വേണ്ടടാ, പോടാ. നീ എന്തൊക്കെയാ പറയുന്നേ? ഈ പേര് നോക്കടാ, സത്യാന്നാ. പേരിൽ തന്നെ സത്യം ഉണ്ടടാ. നീ പേടിക്കാതിരിക്കുക, അയാൾ കണ്ടുപിടിച്ച് തരും. എന്തുവാടെ ഇതൊക്കെ? പറഞ്ഞോളൂ, എന്താ പ്രശ്നം? അത് എങ്ങനെയാ മേഡം നിങ്ങളടുത്ത് പറയുന്നേ? ഡോക്ടറിന്റെ അടുത്ത് എപ്പോഴും ഓപ്പൺ ആയിട്ട് വേണം സംസാരിക്കാൻ, അപ്പോഴേ ആ ഫീൽ വരുള്ളൂ. ഫീൽ ഉണ്ടാവോ മേഡം? ഓക്കെ മേഡം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം മേഡം. മേഡം ഉണ്ടായിരുന്നു മേഡം, പിന്നെ ഇല്ല മേഡം. ഇല്ലെന്നോ? ഇല്ലല്ല മേഡം, ഉണ്ടായിരുന്നു മേഡം, പിന്നീട് അതങ്ങോട്ട് കാണാതായി മേഡം. കാണാതായെന്നോ? അതെ മേഡം, കാണാതായി മേഡം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഒരു പക്ഷേ ഇനി ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരുമോ? എടാ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു കഥ പറയട്ടെ. പറയണം മേഡം. ഒരു വേട്ടക്കാരൻ തത്തമ്മയെ വെടിവെക്കാനായിട്ട് പോകുന്നു. അവൻ വെടിവെക്കുന്നത് ചെറിയ തോക്കിലാണോ വലിയ തോക്കിലാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അവൻ അതിനെ വെടിവെച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം.
മനസ്സിലായോ? ഇനി നിങ്ങൾ പറയും. മാഡത്തിന്റെ സ്റ്റൈൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി. മാഡത്തിന്റെ സ്റ്റൈലിൽ തന്നെ വരാം. മാഡത്തിന്റെ കഥയിൽ ഉള്ള പോലെ തന്നെ എന്റെ കഥയിൽ ഒരു വേട്ടക്കാരനുണ്ട് മാഡം. അവനൊരു മോനുണ്ടായിരുന്നു. അവന്റെ അടുത്ത് തോക്ക് കൊടുത്ത് ഇത് സൂക്ഷിച്ച് നോക്കിക്കോണേ, വെടിവെക്കാൻ ഒരു ദിവസം വരും, അപ്പ വെക്കാൻ വെടി എന്ന് പറഞ്ഞു. ആ ചെക്കനും ആ തോക്കിനെ തുടച്ച് സഞ്ചിക്കകത്ത് വെച്ചു മാഡം. അങ്ങനെ ഇരിക്കും ആ പയ്യൻ ഒരു ദിവസം ആലോചിച്ചു, തോക്ക് നമ്മുടെ തന്നെ ഉണ്ടല്ലോ, ഒരു വെടി വെക്കാന്ന് പറഞ്ഞ് ആലോചിച്ച് ഒരു തത്തമ്മേ വച്ച് വെടി. അത് അവനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ കാണുന്ന എല്ലാ തത്തമ്മയും അവൻ വെടിവെച്ചോണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ അച്ഛൻ പറഞ്ഞ ആ ദിവസം വന്നു. ശരി, ഇപ്പൊ തത്തമ്മ വെടിവെക്കാന്ന് പറഞ്ഞ് സഞ്ചിക്കകത്ത് കൈയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോ തോക്ക് കാണുന്നില്ല മാഡം. ഓ, തോക്ക് തന്നെ കാണുന്നില്ലെന്നോ? 2 ഉണ്ടയും കാണുന്നില്ല മാഡം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനേക്കാളും നേരിട്ട് കണ്ടാലേ ശരിയാവുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, നിന്നെക്കാളും സൂപ്പറായിട്ടൊരു പെണ്ണെ 2 മാസം ലവ് കാണിക്കാം. ഓക്കെ,